സ്കോഡ 2026 ഒരുപാട് കാര്യങ്ങളായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം വന്നിരിക്കുന്ന കാര്യമാണ് സ്കോഡ കുഷാക്കിനകത്തുള്ള ഒരു ഫേസ് ലിഫ്റ്റ്. കുഷാക്ക് മാത്രമല്ല, കോഡിയാക്കും അതുപോലെ ഒക്ടാവിയ ആർസിനകത്തൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. അതിൻ്റെ കുറച്ച് ഡിസ്പ്ലേസ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു. നമ്മൾ കൊച്ചിയിലാണ് നാഷണൽ മീഡിയ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഷാക്കിനകത്ത് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ ബേസ് വേരിയൻ്റ് എടുക്കുന്നവർക്ക് ഒരു അടിപൊളി ന്യൂസ് ഉണ്ട്. കാരണം ബേസ് വേരിയൻറ്റ് കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ടുണ്ട്. അതിൽ ഒന്നാണ് നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്, ബാക്കിൽ ഡീഫോഗർ വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡായിട്ട് അലോയ് വീല്, സൺറൂഫ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ബേസ് വേരിയൻ്റ് ഇനി പറയാൻ പറ്റില്ല, സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് എന്ന് മാത്രമേ നമുക്ക് ഫസ്റ്റ് വേരിയൻറ്റിനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന വേരിയൻ്റിൽ നിന്ന് വേരിയൻ്റ് എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 6 വേരിയൻറ്റ് 11 പ്രൈസ് ബ്രാക്കറ്റിലായിട്ട് വണ്ടി നമുക്കിപ്പോൾ കിട്ടും. ഓട്ടോമാറ്റിക്, മാനുവൽ, അങ്ങനെ പല പ്രൈസ് ബ്രാക്കറ്റ്. അപ്പോൾ അതുപോലെ തന്നെ 8 കളറിൽ ഇപ്പോൾ നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. ഇനി എഞ്ചിനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എഞ്ചിനിലല്ല ആക്ച്വലി മാറ്റം വന്നത്, 1 ലിറ്ററിൽ നമുക്ക് ഒരു 8 സ്പീഡ് ഗിയർ ബോക്സ് കൂടി അഡീഷണലായിട്ട് വന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുടെ തുടക്കമിടുകയാണ്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സർവീസ്. നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് ഇപ്പോൾ നിലവിൽ എണ്ണം കുറവാണ്, പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് ഒരുപാട് പുതിയ സർവീസ് സെൻറ്റേഴ്സ് വരും. അതുപോലെ കുറച്ച് ബാക്കപ്സ് കൂടെ അഡീഷണൽ വരുമെന്നാണ് സ്കോഡ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് വരുന്ന ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട്, 8 കളറുണ്ട്, ഗ്രില്ലിൽ മാറ്റം വന്നു. അതിനകത്ത് തന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലൈറ്റ് കണ്ടല്ലോ, ഒരു സ്ട്രിപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ലൈറ്റ്. രാത്രിയിലൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഒരു റേഞ്ച് റോവർ ഫീൽ തരുന്ന ഒരു DRL ലൈറ്റ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. പിന്നെ ലൈറ്റ് ട്രീറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്ന മാറ്റം പറഞ്ഞാൽ ത്രൂ ഔട്ട് LED ആയി എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹാലജനൊക്കെ മാറി മൊത്തം LED വന്നു. പ്രൊജക്റ്റിൽ LED ആണ്. ഇതിനകത്ത് നമുക്ക് DRL വരുന്നുണ്ട്. DRL അതുപോലെ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് സീക്വൻഷ്യലാണ് എന്നൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെയുണ്ട്. ഫോഗ്ലാക്ക് വരുമ്പോഴത്തേക്ക് LED ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് ലുക്ക് കുറച്ചുകൂടെ അഗ്രസീവായി, കുറച്ചുകൂടെ ഒരു ഷാർപ്പ് ലുക്കായി നമുക്ക് പറയാം. ഇനി നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് അലോയ് വീൽസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് അലോയ് വീലുണ്ട്. അപ്പോൾ അലോയിൻ്റെ സൈസ് ചെറിയ വേരിയേഷൻ ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് മൊണ്ടെ കാർലോ എഡിഷൻ അവൈലബിൾ ആണ്. ഇപ്പം തന്നെ നമുക്ക് അതുകൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ കേട്ടോ. ഇനി നമുക്ക് വീലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സൈഡിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറയില്ല. സൈഡിൽ പിന്നെ മറ്റൊരു മാറ്റം പറയാനുള്ളത്, നമുക്ക് 1.5 ഒരു എഞ്ചിൻ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. വേറെ നമുക്ക് ഡോർ ഹാൻഡിൽ ക്രോം വന്നിട്ടുണ്ട്, ബെഡ് ലൈന് ക്രോം വന്നിട്ടുണ്ട്, ഒരു റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് സൈഡിൽ നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. ഇനി മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഡിസൈൻ വൈസ് മാറ്റം വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും മാത്രമാണ് കേട്ടോ. അപ്പം ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻ്റ് ഉണ്ട്, നമുക്ക് ഡീഫോഗർ, വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് അത് നോർമലി ഉള്ളതാണ്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ ഷാർക്ക് ഫിൻ ആൻഡ് അങ്ങനെ കാര്യങ്ങൾ വണ്ടിയിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. ആഡ് ഓൺ ആയിട്ട് നേരത്തെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടെയിൽ ലാമ്പാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്, ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ്. അതിനകത്ത് സ്കോഡയുടെ ബാഡ്ജിങ് കണ്ടോ, ഇല്ലുമിനേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് അടിപൊളി ഒരു ഫീച്ചറാണ്. സ്കോഡയുടെ കുഷാക്ക് എന്ന് പറഞ്ഞ ബാഡ്ജിങ്, സ്കോഡ ബാഡ്ജിങ് ഇല്ല, കുഷാക്ക് ബാഡ്ജിങ്ങാണ് ഉള്ളത്. ബാക്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ്, ബാക്കി സ്ട്രക്ചറിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലേ. ബൂട്ട് 491 ലിറ്റർ വരുന്ന ഒരു മാസീവ് ബൂട്ട് സ്പേസ് ഉണ്ട്. വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ പഴയ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി ഇൻറ്റീരിയറിലാണ് വന്നിരിക്കുന്ന മാറ്റം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നോക്കിയേ, നമുക്ക് ലെതറേറ്റ് സീറ്റുകൾ വന്നിട്ടുണ്ട്. അത് ഒരു അട്രാക്ഷനാണ്. ലെതറേറ്റായി കുറച്ചുകൂടെ പ്രീമിയംനെസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രിഫറേറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം ഫ്രണ്ടിൽ നമുക്ക് വെൻറ്റിലേഷൻ ഫംഗ്ഷൻ 2 സീറ്റിനുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 6-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റും. അതും നല്ലൊരു കാര്യമാണ്. ഇനി നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിജിറ്റൽ കോക്പിറ്റായി കംപ്ലീറ്റ്ലി. അതാണ് ഒരു മറ്റൊരു അട്രാക്ഷൻ. 10.2 ഇഞ്ചാണ് സ്ക്രീനിൻ്റെ സൈസ് വരുന്നത്. അതിനകത്ത് നമുക്ക് 10x10 നാവിഗേഷൻ അങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വൈപ്പറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെഡ് ലാമ്പ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. നേരത്തെ എനിക്ക് ഈ ഒരു സ്കോഡയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലായിരുന്നു. അത് വളരെ രസകരമായിട്ട് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ലെതർ റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നേരത്തെയുള്ള കാര്യം, പക്ഷേ എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെയാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് വലിയ മാറ്റങ്ങളോ അപ്ഡേഷൻസ് ഒന്നുമില്ല. AC കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാം, വെൻറ്റിലേഷൻ ഫംഗ്ഷൻ്റെ കൺട്രോൾ ഇവിടെ കാണാം, AC ഗിയർ ലിവറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള കാര്യം. പിന്നെ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൺറൂഫ് നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് അവൈലബിൾ ആണ്. അതിൽ ഒരു ടോപ്പ് എൻഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പനോറാമിക് സൺറൂഫും ബിഗർ സൺറൂഫും, നോർമലി വരുമ്പോൾ ഒരു ഷോർട്ടർ ആയിട്ടുള്ള സൺറൂഫാണ് നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ബാക്കിൽ വരുമ്പോൾ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കാണിച്ചു തരാം. നമുക്ക് പ്രീമിയം വാഹനങ്ങളിലൊക്കെ കാണുന്ന ഒരു ഫംഗ്ഷനാണ് മസാജിങ് ഫംഗ്ഷൻ. അത് നമുക്ക് ഫ്രണ്ടിലില്ല, പക്ഷേ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ പ്രീമിയം ഫീച്ചർ ആയിട്ട് തോന്നി. ഇതാണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ 2 സീപോർട്ട് ചാർജിങ് സോക്കറ്റ്, മസാജിങ്ങിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. മസാജിങ് ഫംഗ്ഷൻ്റെ വെൻറ്റിലേഷൻ നമുക്ക് ബാക്കിലുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് പുതിയ സ്കോഡ കുഷാക്കിനകത്ത് വന്നിരിക്കുന്ന അപ്ഡേഷൻ. ഇതിൻ്റെ പ്രൈസ് കമ്പനി അനൗൺസ് ചെയ്തിട്ടില്ല. മാർച്ചിലാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോഴാണ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മാർച്ചിൽ പ്രൈസ് അറിയാം. അപ്പോൾ പ്രൈസ് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ താഴെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തു.